ആ സഹോദരനെ തിരിച്ചു തരാക്കോ? ഒരു പട്ടിയെ പോലെ ഒരു മനുഷ്യനെ കടത്തിയല്ലോ. ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. വണ്ടിക്കാർ വന്നപ്പോഴാണ് റോഡിന്റെ മധ്യത്തിൽ ഒരാൾ കിടക്കുന്നത്. വെളുപ്പിന് 5 മണി. രാജൻ മേശ്ശേരി ചായ കുടിക്കുവാനായി അടുത്ത കടയിലേക്ക് ഇറങ്ങി. പൊടുന്നിനെ ഒരു വണ്ടി വന്ന് ആ 57-കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. 1 മണിക്കൂറോളം ആ പാവം ചോര വാർന്ന് റോഡരികിൽ കിടന്നു. ആ കൂരിരുട്ടത്ത് ആര് കാണാൻ? പക്ഷേ ആളെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും രാജൻ മരിച്ചിരുന്നു. ഇടിച്ച വണ്ടിയെ തേടിയുള്ള അന്വേഷണമായിരുന്നു പിന്നീട്. ആ സമയം അതുവഴി വന്ന 100 കണക്കിന് വാഹനങ്ങൾ പരിശോധിച്ചു. ഒടുവിൽ പ്രതിയെ കിട്ടി. പോലീസ് പോലും നടുങ്ങിപ്പോയി. ആ പ്രതി പാറശാല CI ആയ അനിൽകുമാർ ആയിരുന്നു. എന്തായാലും പ്രതിയെ കിട്ടി. ഇനി അറിയേണ്ടത് നിയമം പാലിക്കേണ്ട ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് അപകടം നടന്നു എന്നറിഞ്ഞിട്ടും വാഹനം നിർത്താതെ പോയി. ആ വാഹനത്തിൽ അദ്ദേഹത്തെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതുമല്ലെങ്കിൽ രാജനുമായി CIക്ക് എന്തെങ്കിലും വൈരാഗ്യം? അമ്മയൊക്കെ നല്ലപോലെ നോക്കുമായിരുന്നു. ആരും ഇല്ലാതെ അനാഥമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ അവസ്ഥ വരുത്തരുതല്ലേ? ഇതാർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. അന്ന് തൊട്ടേ ഒരു ലൈറ്റ് അതിന്റെ വിട്ടോ എന്നൂടും വൈകിട്ട് ഇരുട്ടത്ത് കിടക്കേണ്ട വരിച്ചില്ലേ? പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. എല്ലാവരും ഈ തെങ്ങ് വയ്ക്കുമല്ലോ, തെങ്ങ് വരെ കൊണ്ടുവന്നാണ് അവര്. അവൻ ഇത്രയും നാൾ ആ പാരം ചവന്ന്, ഇനി അതിന്റെ പുറത്തൂടെ അവൻ മരിച്ച അവന്റെ പുറത്തൂടെ ഈ പാരം കൂടെ ചവക്കണമെന്നിന് അതിന് പകരം ഒരു വെള്ളത്തിൽ അല്ല. അവൻ ഇത്രയും പാരം ചവന്ന് അവന് തെങ്ങ് അവൻ നെഞ്ചിലേറ്റി കിടക്കണത് വളരെ ദൂരം. ആ ഭാരവല്ലേ നെഞ്ചില് താങ്ങണത്. അത്രയ്ക്ക് സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാലം ചിന്തിക്കും. മരിച്ചെന്നല്ലേ ചിന്തിക്കത്തുള്ളൂ. അങ്ങനെ പോലും ചിന്തിക്കണമെങ്കിൽ വലിയൊരു മനസ്സാണല്ലോ വെച്ച്. നമ്മക്ക് കിട്ടാതെ വിധിയില്ലാതായി. അത്രയും നല്ല നിങ്ങളുടെ ഇതാരാ ഇത് ചേട്ടൻ സഹോദരി കുഞ്ഞമ്മ. അമ്മേനെ സ്വന്തം അമ്മക്ക് അമ്മയാണെന്നും പറഞ്ഞ കൂടുതൽ അവരോട്. നിങ്ങൾ മാത്രമേ ഉള്ളൂ രാണനാകപ്പാടെ ഉള്ളൂ ലോകത്തില് അല്ലേ? ഭാര്യ മക്കളൊക്കെ അവരൊക്കെ പിണക്ക 10-25 വർഷം കൊണ്ട് അവര് പിണക്കത്തിലാണ്. അവരായിട്ട് സഹകരണമൊന്നുമില്ല. ആൾക്കാർ പോവുകയും ആഹാരം മേടിച്ചതിന് ഒന്നും ചെയ്യില്ല. അവർ മിണ്ടോലും ഇല്ല. ആകപ്പാടെ ഉള്ളത് നിങ്ങളാ അല്ലേ? നമ്മൾ മാത്രമേ ഉള്ളൂ ലോകത്തില് സംസാരിക്കാനും എല്ലാത്തിനും നമ്മൾ മാത്രമേ ഉള്ളൂ. അറിയുന്നത് 6:30 മണിക്കാണ് എന്നെ വിളിച്ച് പറഞ്ഞ് രായന് വണ്ടി ഇടിച്ച് സ്റ്റേഷൻ വരെ വരാൻ. അങ്ങനെ ഞാൻ അവിടെ വന്നപ്പോ പറഞ്ഞ ആശുപത്രി കൊണ്ടുപോയെന്ന്. വെളുപ്പാങ്കാലത്താണോ സംഭവം നടക്കുന്നത്? 5:45 എനിക്ക് അറിഞ്ഞൂട്. പത്രത്തിൽ കൊടുത്തേക്കണം 5:45. 5:45 അവിടെ പോകുന്ന കാര്യം ഇതല്ലേ വീട്? അവിടെ ആ ചേച്ചിയുടെ വീട്ടിലാണ് അവൻ കിടക്കുന്നത്. പണി ചെയ്യുന്ന വീട്ടിലാ? ഒരാഴ്ചക്ക് മുമ്പെയാണ് ആ വീട്. ആ ചേച്ചി പറഞ്ഞ് നീ അവിടെ പോയി കിടക്കാതെ നീ നേരെ ആ വീട്ടിൽ കയറി കടയെ നീ വാടക കൊടുക്കണ്ട, കറണ്ട് വാടക മാത്രം അടച്ചാ മതി. ചായ കുടിക്കാനാണ് ഇറങ്ങി വന്നത്. ഈ രമണി ചേച്ചിയുടെ വീട്ടില് പോയിട്ടാണ് അന്ന് അങ്ങോട്ട് പോയത്. ചായ കുടിക്കേണ്ടി ഇറങ്ങി. അത് ഇവിടെ ഇരുന്നാലും 5-5:30 മണിയാകുമ്പോഴേക്ക് ഇറങ്ങി പോകും ചായ കുടിക്കാനായിട്ട്. 5:30 മണിക്ക് ഇറങ്ങും. 5:30 മണിയാകുമ്പോ ഇറങ്ങി പോകും. അന്നും അതുപോലെ ഇറങ്ങിപ്പോയി. അപ്പൊ ഈ സംശയം നിങ്ങൾക്ക് ആരാ വണ്ടി തട്ടി ഒന്നും ഒരു ഊഹമില്ല ആ സമയത്ത്? വണ്ടി തട്ടിയെന്ന് മാത്രമേ നമ്മളെ അറിയിക്കുന്നുള്ളൂ. ഞാൻ 6:30 മണിക്കാണ് എന്നെ അറിയുന്നത്. അത് പിന്നെ പാമ്പറത്ത് ആശുപത്രിയില് കൊണ്ട് മോർച്ചറിയിൽ വെച്ചതിന് ശേഷം ആംബുലൻസ് തിരിച്ചു വരുമ്പോഴാണ് എന്നോട് പറയുന്നത്. ചെന്നപ്പോൾ പരിക്കുകൾ എന്തുവായിരുന്നു? മുഖത്തല്ല, ഇവിടെ എങ്ങനെയാണ് ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പിന്നെ ഈ വലത്ത് വാക്കിന് ഈ വാരിയില്
മൊത്തം പോയി. പോയി. അപ്പൊ അത്ര വലിയ ഇടി ഇടിച്ചത്. ഇവിടെ ആയിരിക്കും ഇടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ അങ്ങ് അത് വരൂലല്ലോ. അപ്പോഴും നിങ്ങൾ ആളെ തപ്പി നടക്കും. CCTV ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു നിങ്ങളൊക്കെ? നിങ്ങൾക്ക് നമ്മൾ ഒന്നിനും ഇറങ്ങി പോയതുമില്ല. പോലീസുകാരനാണോ ഒന്നും അറിയത്തില്ല, ആരാണെന്നൊരു പിടിയില്ല. അല്ലല്ല, പിന്നെ ആരാ പ്രതിന്ന് അറിയാം? ആരാ നമുക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ ആരാ പ്രതി മനസ്സിലായോ? സർക്കിൾ എന്നാണ് പറയുന്നത്. എവിടുത്തെ സർക്കിള്? പാറശാല എന്നാണ് പത്രത്തിൽ കൊടുത്തേക്കുന്നത്. പാറശാല സർക്കിളാണ് ചെയ്തേക്കുന്നത്. അനിൽകുമാർ എന്നാണ് പേര്, പത്രത്തിൽ കൊടുത്തേക്കണ. അതേ അറിയാവുന്ന. അത് ആരാ ഒരു കേസ് അന്വേഷിക്കേണ്ട? അതാണ് നമുക്ക്. അതുകൊണ്ട് ഇടിച്ചിട്ടിട്ട് പോയി. തിരിച്ചു വന്നാൽ ആശുപത്രി കൊണ്ടുപോകാൻ ഒരു മനസ്സ് കാണിച്ചില്ല. ആശുപത്രി കൊണ്ടുപോകണ്ട, ഉടനെ അടുത്ത പോലീസ് സ്റ്റേഷനില് പുള്ളിക്ക് അത്യാവശ്യമാണ്. ഡ്യൂട്ടിക്ക് പോകാൻ അത്യാവശ്യമാണ്. അപ്പോഴത്തേക്ക് അടുത്ത പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരം അറിച്ചൂടെ? പുള്ളി വിചാരിച്ചു ഇങ്ങനെ പോകുന്നു വിചാരിച്ചു. ഇതെല്ലാം മേളിൽ കാണുന്ന ഒരാളുണ്ട്. എന്നാൽ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന വണ്ടിക്കാർ വന്നപ്പോഴാണ് റോഡിന്റെ മധ്യത്തിൽ ഒരാൾ കിടക്കുന്നത്. അവരാണ് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ. രക്തമാർന്ന് ഇങ്ങനെ കിടക്കും. ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ മുറിവിന്റെ ഇതുകൊണ്ട് അവ പോലീസുകാരാണ് ആംബുലൻസ് വിളിച്ച് എടുത്ത് കേശവര ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. കേശവരത്ത് ആശുപത്രി ചെന്നപ്പോഴേ മരിച്ചു. ആ സമയത്ത് കുറെ സമയം കിടന്നില്ലേ? ഒരു മണിക്കൂറാണ് അവിടെ ഡോക്ടർ. മണിക്കൂർ കിടന്നു. അപ്പോഴത്തേക്ക് അത്രയും സമയത്താ ഡേറ്റ് വന്നില്ലേ? ആ സമയത്തൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയാൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അപ്പൊ ഒരു നല്ല മനുഷ്യനെ രക്ഷിക്കാനുള്ള ഒരു അധികാരിയാണ് ഇത് ചെയ്തത്. അപ്പൊ ആ അധികാരിക്ക് നടപടി എടുക്കാതിരുന്ന ഇനിയിപ്പോ എന്താ ചോദിച്ചു? എന്തായാലും നിങ്ങളെ ഉള്ളു, മക്കളില്ല, ഭാര്യയില്ല, ആരുമില്ല, സഹോദരങ്ങൾ മാത്രമേ ഉള്ളു രായണ്ണന് അല്ലേ? നിങ്ങൾ ഇനി രംഗത്ത് ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. SHOയ്ക്ക് ഒരു പണി കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കണ്ടേ? അല്ല, നമ്മളെ മനസ്സിലാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ തട്ടി വീണ് പോയിട്ട് പറയാലോ. പിന്നെ തിരിച്ചു വന്നിട്ട് അത് നിങ്ങൾക്ക് വല്ല ആപത്തും ഉണ്ടോ, അത് മരിച്ചില്ലെങ്കിൽ ആപത്തുണ്ടോ, അല്ലെങ്കിൽ എവിടെയും തട്ടൽ മുട്ടലുണ്ടോ എന്ന് ചോദിച്ച് കൊണ്ടുപോകാനുള്ള ഒരു അർഹത ഇല്ലാതെ ഒരു മനുഷ്യനായപ്പോ കിടത്തിയിട്ട് പോയി. അതാണ് നമുക്ക് ഇതുവരെ ഒരു വിഷമം. ഒരു പട്ടിയെ പോലെ ഒരു മനുഷ്യനെ കിടത്തിയല്ലോ എന്നുള്ള ഒരു ഇതാണ്. അതാണ് നമുക്ക് കൂടുതലും ഒരു പ്രയാസമുള്ളത്. അതാണ്. അപ്പോഴും നിങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ചെയ്യുന്നത്? ഇന്നലെയാണ് നമ്മൾ അറിയണത്. അങ്ങനെ 6:30 മണിക്കാണ് ഈ പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത്. ഇതേപോലെ രാജണ്ണ വണ്ടി തട്ടി പെട്ടെന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ ഞാൻ എൻ്റെ വേറൊരു പയ്യനായിട്ട് പോണത്. പോയി നമ്മളിങ്ങനെ കാര്യം പറഞ്ഞു, തിരക്കി നമ്മൾ പിടിച്ച അകത്താക്കി. അകത്താക്കി FIR ഇത് ചോദിക്കാൻ വേണ്ടി എഴുതി. അങ്ങനെ FIR ഒക്കെ എഴുതി അവിടെ എഴുതി. അങ്ങനെ അത്ര വലിയ കൂടിയനാണ്. അങ്ങനെ കളഞ്ഞിട്ട് പോയി. അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചു തരാമോ? അങ്ങനെ കൊണ്ട് ആ സഹോദരനെ തിരിച്ചു തരാമോ? ഒക്കില്ലല്ലേ. അങ്ങനെ വാരിക്കോരിക്ക് ആക്കാൻ കൊടുക്കട്ടെ. അമ്മക്ക് അത് വേണ്ട. ഈ പോയ ആളിനെ തിരിച്ചു തരാൻ അയാളെ കൊണ്ട് പറ്റുമെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ തന്നെ അബദ്ധം എല്ലാവർക്കും പറ്റും. മര്യാദ അത് അയാൾ ആ മര്യാദ കാണിക്കുന്നവരുന്നു. അത് എല്ലാവർക്കും പറ്റും അല്ലേ? നിങ്ങൾക്കായിരുന്നാലും എനിക്കായിരുന്നാലും ഒരു തെറ്റ് പറ്റും. എന്നാൽ ആ തെറ്റിനെ തിരുത്താൻ അയാൾ നോക്കണമായിരുന്നു.